يا رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يرؤم سواك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. अपने महबूब को ये खुदा ने कहा तू जो चाहे तो क़िबला बदल जाएगा. जो है तेरी रज़ा वो है मेरी रज़ा. जो है तेरी रज़ा वो है मेरी रज़ा. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പ്രസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ മഹത്തായ അനുഗ്രഹത്താൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക മഹാസമ്മേളനം ഈ നഗരിയിൽ നാളെ മുതൽ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പരിപാടികളിൽ ദഅവ പ്രഭാഷണ വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ മഹദായ ഫളലുകൊണ്ട് നമ്മുടെ സദസ്സും സംഘാടനങ്ങളും എല്ലാത്തിലുമുപരി നമ്മുടെ മഹത്തായ സമ്മേളനവും എല്ലാവിധത്തിലും വിജയപ്രദവും അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നതും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കൾ നേതാക്കളിൽ നിന്ന് ഈ നഗരിയുടെ നാമകരണം ചെയ്യപ്പെട്ട താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാഹ്, നൂറുൽ ഉലമ റഹിമഹുല്ലാഹ് തുടങ്ങിയുള്ള എല്ലാ പണ്ഡിത സാദാത്തുക്കളുടെയും പാരത്രിക പദവികൾ അല്ലാഹു തആല ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. നമുക്ക് തണൽമരങ്ങളായി നേതൃത്വം നൽകുന്ന മഹാരഥന്മാരായ
സയ്യിദുമാർ, ഉസ്താദുമാർ, നേതാക്കൾ, ഏവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഇസ്ലാം അത് മാത്രമാണ് അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന ഏക പ്രത്യയശാസ്ത്രം. ഇസ്ലാമല്ലാത്ത ഒന്നിനെ ഒരാൾ ദീനായി സ്വീകരിച്ചാൽ അല്ലാഹു അത് പരിഗണിക്കുകയില്ല എന്ന് മാത്രമല്ല, പാരത്രിക ലോകത്ത് ഇസ്ലാമേതരമായ ഒന്നിനെ മതമായി സ്വീകരിച്ചവർ, ദീനായി സ്വീകരിച്ചവർ പരാജിതരാണ്. വിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠമാണിത്. അല്ലാഹുവിന്റെ ദീൻ മനുഷ്യകത്തിന് നൽകുന്നതിന് അല്ലാഹു ഒരുക്കിയിട്ടുള്ള രണ്ടു സംവിധാനങ്ങളാണ് പ്രവാചകന്മാരെ നിയോഗിക്കുക അഥവാ ഇർസാലുർ റുസുലി, അല്ലാഹുവിന്റെ ദൂതന്മാരെ അയക്കുക, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം അവതരിപ്പിച്ചു തരിക. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചക ശ്രേഷ്ഠന്മാർ പരിശുദ്ധമായ ഇസ്ലാമിനെ മാനവിക ലോകത്തിന് അവതരിപ്പിച്ചു തന്നു. ഓരോ പ്രവാചകന്മാരും അവർക്ക് ശേഷമുള്ള നബിയെ അവസാനത്തെ പ്രവാചകരായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്രയായത്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇസ്ലാമിനെ, വിശുദ്ധമായ ദീനിനെ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് ലോകത്തോട് യാത്രയായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു ശേഷം ഒരു നബിയും ഇനി വരാനില്ല. വിശുദ്ധമായ ഖുർആനിനു ശേഷം ഒരു കിതാബും അവതരിക്കാനില്ല. ഈ അറിയിപ്പോടുകൂടിയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്രയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അന്ത്യനാൾ വരെയുള്ള ആളുകൾക്ക് പരിശുദ്ധമായ ദീൻ പകർന്നു ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം നിശ്ചിതമായ ഒരു കാലത്തേക്കും ഒരു ദേശത്തേക്കും നിയോഗിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല.
വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. ഈ ലോകത്തേക്ക് അവതരിച്ചിട്ടുള്ള അവസാനത്തെ പ്രവാചകരും ഇനിയൊരു നബി വരാനില്ല എന്ന കാരണത്താൽ അന്ത്യപ്രവാചകരുമാണ്. അപ്പോൾ അന്ത്യനാൾ വരെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട വിശുദ്ധമായ ഇസ്ലാം, വിശുദ്ധമായ ദീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം ആരാണ് ജനങ്ങൾക്ക് കൈമാറിക്കൊടുക്കുക? ആരാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ അധ്യായം അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ആലിമീങ്ങൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ട് പോയ ഇസ്ലാമിനെ കാലോചിതമായി ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുക്കാനുള്ള ദൗത്യം നിർവഹിക്കാൻ പറ്റുന്ന ആലിമീങ്ങൾ ഈ ഉമ്മത്തിൽ, ഈ സമുദായത്തിലുണ്ട്. ബനൂ ഇസ്രായേലിൽ മഹാന്മാരായ പ്രവാചകന്മാർ എന്തൊരു ദൗത്യമാണോ നിർവഹിച്ചിട്ടുള്ളത്, ആ ദൗത്യം നിർവഹിക്കുന്ന വിധം കരുത്തുറ്റ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ സമുദായത്തിലുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം അഥവാ അവിടുത്തെ വഫാത്തിനു ശേഷം ലോകത്ത് മുഴുവനും നടന്ന ഇസ്ലാമിക പ്രചാരണത്തിന്റെ പരമ്പരകളെ പരിശോധിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്നത്. ഒരുപാട് സംഘടനാ സംവിധാനങ്ങൾ പുതിയ പുതിയ പ്രാസ്ഥാനിക തട്ടകങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ ആശയരൂപീകരണത്തിന് അവരുടെ ആലോചനകൾ അവലംബിക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലാഹു ജല്ല ജലാലുഹു മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ അവരുടെ അവകാശികളായ ആലിമീങ്ങളിലൂടെ അണമുറിയാത്ത ഒരു പ്രവാഹത്തിലൂടെയാണ് നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. മഹാന്മാരായ പണ്ഡിത കേസരികളിലൂടെ പരമ്പരാഗതമായി ലഭിച്ച ഒരു ആദർശത്തിന്റെ ആളുകളാണ് നമ്മൾ. നമ്മളായി ഒരു മതത്തെ ഡിസൈൻ ചെയ്തിട്ടില്ല, നമ്മളായി ഒരു ആദർശത്തെ രൂപപ്പെടുത്തിയിട്ടില്ല. അതിന്റെ ആവശ്യം നമുക്കില്ല. കാരണം പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമ്മൾ ദിനേന പാരായണം ചെയ്യുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നേർവഴിക്ക് നിലനിർത്തുകയും നയിക്കുകയും ചെയ്യണമേ. ആ നേർവഴിയുടെ മാനദണ്ഡം എന്താണ്? ആ നേർവഴിയുടെ നിദാനം എന്താണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ.
പരിശുദ്ധമായ ഖുർആനിലൂടെ നിത്യേന നമ്മൾ പാരായണം ചെയ്യുന്നത് നേർവഴിയിൽ നമ്മളെ നിലനിർത്തുകയും അതിലൂടെ നയിക്കുകയും ചെയ്യണം. ആ നേർവഴിയുടെ നിദാനവും മാനദണ്ഡവും എന്താണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഒരുപാട് പ്രതിപക്ഷങ്ങളെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു നേർവഴി, മുസ്തഖീമായ ഒരു മാർഗത്തെയാണ് ഇവിടെ ആയത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ മുസ്തഖീമായ മാർഗത്തിന് എതിരെയുള്ള ശക്തികളെ ബഹുശക്തികളായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ഏകമായ നേർമാർഗം, സച്ചരിതരായ മുൻഗാമികളുടെ നേർവഴിയുടെ സഞ്ചാരികളായ പ്രവാചകന്മാരുടെയും ആലിമീങ്ങളുടെയും അനുഗ്രഹം ലഭിച്ചവരുടെയും മാർഗം. ഇത് ഒരു മാർഗമാണ്. എന്നാൽ ആരുടേതല്ല നിങ്ങളുടെ മാർഗമെന്ന് പറയുമ്പോൾ ഒന്നിലേറെ മാർഗങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഒന്നിലേറെയുള്ള ഒരുപാട് പിഴച്ചതിന്റെയും മാർഗഭ്രംശം സംഭവിച്ചവരുടെയും മാർഗങ്ങൾക്ക് എതിരായി നിലകൊള്ളുന്ന മുസ്തഖീമായ ഒരു മാർഗം, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നാം ആ മാർഗത്തിന്റെ പിന്തുടർച്ചക്കാരാണ്. നമ്മുടെ മുൻഗാമികളായി കഴിഞ്ഞുപോയ മഹാരഥന്മാരുണ്ട്. ഫബിഹുദാഹു മുഖ്തദിഹ്. ആ കഴിഞ്ഞുപോയവരുടെ നേർമാർഗത്തെയാണ് നിങ്ങൾ അനുധാവനം ചെയ്യേണ്ടത്. ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ പ്രബോധനത്തിന്റെ കാലയളവിൽ പ്രപഞ്ചാധിപതിയായ അല്ലാഹു തആല തിരുശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധ സൂക്തികളിലൂടെ പറയുന്നത് ഇന്നലകളിൽ കഴിഞ്ഞുപോയ പ്രവാചക പരമ്പരകളുടെ നാമങ്ങളെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറിയിക്കുന്നത് ഫബിഹുദാഹു മുഖ്തദിഹ്, അവിടുന്ന് കടന്നു വന്ന പ്രവാചക ശ്രേഷ്ഠന്മാരുടെ മുഴുവനും ഗുണവിശേഷങ്ങളെയും ഉൾക്കൊള്ളുന്ന സർവ നല്ല ഗുണങ്ങളുടെയും സമീക്ഷയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനു നൽകുന്ന വ്യാഖ്യാനത്തിൽ വായിക്കാം: കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരുടെയും ഉദിച്ചു നിന്ന ഉയർന്നു നിന്ന വിശേഷഭാവങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ഓരോ പ്രവാചകന്മാരുടെയും ചില വിശേഷങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ധൈര്യം പോലെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഉയർന്നു നിൽക്കുന്ന മഹിഷ്ഠഭാവങ്ങളുടെ മുഴുവനും സമീക്ഷയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പൂർണമായ മതത്തിന്റെ അവതരണം, അന്യൂനമായ രീതിശാസ്ത്രത്തിന്റെ സമർപ്പണം, പഴുതുകളില്ലാത്ത പ്രത്യയശാസ്ത്രത്തിന്റെ പ്രഖ്യാപനം, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്ത് സാധ്യമായത്. ആ മാർഗത്തിലൂടെ കടന്നുവരുന്നവർ, അതിന്റെ പിന്മുറക്കാരായ ആലിമീങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ പ്രചാരണം, സമർപ്പണം, പ്രബോധനം എല്ലാം നിർവഹിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് 60ാം വാർഷികം ആഘോഷിക്കുന്ന സുന്നി യുവജന സംഘം പുതിയ ഒരു ആദർശത്തിന്റെ പ്രഖ്യാപനമല്ല, വേരുറച്ച ഒരു ആദർശത്തിന്റെ കാലോചിതമായ ഉദ്ഗമനമാണ് ഇവിടെ സാധ്യമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആനുകാലിക യുഗം ആവശ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച ഇസ്ലാമിന്റെ
കലർപ്പില്ലാത്ത പുനർവായനയാണ്. അത് സാധിച്ചെടുക്കാനുള്ള മഹാമുന്നേറ്റമാണ് നമ്മുടെ ഈ പ്രാസ്ഥാനിക ധാരയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് യാത്രയായി. അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനം നൽകേണ്ടുന്ന ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് വെച്ചത്? അന്ത്യനാളിലെ അവസാനത്തെ ശിശുവിനും മാർഗദർശനം ലഭിക്കേണ്ടുന്ന ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ വെച്ചു? നമുക്ക് പറയാനുള്ള മറുപടി, എല്ലാവരും വേഗം പറയുന്ന മറുപടി, തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. അതിനെ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾക്ക് മാർഗഭ്രംശമുണ്ടാവില്ല, നിങ്ങൾ വഴിവഴിച്ചു പോകില്ല. അങ്ങനെയുള്ള മഹത്തായ രണ്ട് അവലംബങ്ങളെ നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം എല്ലാവരും എടുത്തു പറയുന്ന സുപരിചിതമായ പ്രയോഗമാണ്. എന്നാൽ അടുത്ത ഒരു സ്റ്റെപ്പിൽ ഒരു ചോദ്യമുണ്ട്. അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനം നൽകേണ്ടുന്ന ഖുർആനിനെയും സുന്നത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ വെച്ചിട്ടാണ് പോയത്? അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് അനുധാവനം ചെയ്യേണ്ടുന്ന ഖുർആനിനെയും തിരുസുന്നത്തിനെയും എവിടെ വെച്ചിട്ടാണ് പോയത്? അവിടെയാണ് പ്രസക്തമായ ചില പഠനവും മനനവും വായനയും ഒക്കെ നടക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ വ്യവസ്ഥാപിതമായ പതിപ്പുകളായി ലോകത്തിന് വിതരണം ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12 വഫാത്തായി. ബുധനാഴ്ച അവിടുത്തെ തിരുശരീരം ഖബറു ശരീഫിലേക്ക് കിടത്തുകയാണ്. ഇതിനിടയിൽ ഒരാൾ ഇസ്ലാമിനെ അറിയാൻ വന്നു എന്ന് സങ്കല്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. മഹാന്മാരായ സ്വഹാബാക്കളെല്ലാം ആകുലചിത്തരായി വേദനയുടെയും നൊമ്പരത്തിന്റെയും കയത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല, ഇനി ഒരു വേദം ഇവിടെ അവതരിക്കാനില്ല. ഒരാൾ ഇസ്ലാമിനെ അറിയാൻ വരികയാണ്. അയാൾക്ക് ഇസ്ലാമിനെ ലഭിക്കാനുള്ള മാർഗം എന്താണ്? നമുക്ക് പറയാനുള്ളത് ഖുർആനും സുന്നത്തും എന്നാണ്. എന്നാൽ ആ ഖുർആനും സുന്നത്തും എവിടെയാണുള്ളത്? പ്രാമാണികമായും ചരിത്രപരമായും താത്വികമായും പറയാനുള്ള മറുപടി, പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു കോപ്പി എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ വ്യവസ്ഥാപിതമായി സംവിധാനിച്ചിട്ടില്ല. പരിശുദ്ധമായ സുന്നത്തിന്റെ അല്ലെങ്കിൽ ഹദീസിന്റെ സമാഹാരങ്ങളായ ഒരു ഗ്രന്ഥവും രചിക്കപ്പെട്ടിട്ടില്ല. പ്രസിദ്ധരായ ഹദീസ് രചയിതാക്കളിൽ സമാഹർത്താക്കളിൽ ഒരാളും പിറവിയെടുത്തിട്ടില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടില്ല, മുവത്ത രചിച്ചിട്ടില്ല. ഇമാം ബുഖാരി തങ്ങൾ ജനിച്ചിട്ടില്ല, സഹീഹുൽ ബുഖാരി രചിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥങ്ങളും വിരചിതമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ അവിടുന്ന് വഫാത്തായി കിടക്കുകയാണ്. ഇസ്ലാമിനെ അറിയാൻ വന്ന നവാഗതന് നൽകാനുള്ള മറുപടി എന്താണ്? നിവേദന പരമ്പരയുടെ ബലാബലങ്ങളെയല്ല ഞാനിപ്പോൾ പരാമർശിക്കുന്നത്. താത്വികമായ ഒരു മറുപടി, അസ്ഹാബീ കന്നുജൂം ഫബിഅയ്ഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഇതാ നിൽക്കുന്നു പ്രായോഗിക ഇസ്ലാമുകളായ സ്വഹാബാക്കൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുക. ജീവിക്കുന്ന ഇസ്ലാമാണത്. അത് നിങ്ങൾക്കുള്ള പ്രമാണമാണ്. അതാ നിൽക്കുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു.
ജീവിക്കുന്ന ഇസ്ലാമാണ്. അതാ നിൽക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന ഇസ്ലാമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് ഇസ്ലാമിനെ അറിയാനും അടുക്കാനും പഠിക്കാനും ഇവിടെ വെച്ചിട്ട് പോയ മാസ്റ്റർ റഫറൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ മാതൃകായോഗ്യരായ ഒരു സമൂഹമാണ്. അവരാണ് അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ. ഹബീബായ നബി തങ്ങളോട് സഹവസിച്ച ആളുകൾ. സ്വഹാബി എന്ന് പറഞ്ഞാൽ സഹവസിച്ചയാൾ എന്നാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇരപകലുകൾ ഇടപഴകാൻ നിയോഗമുണ്ടായവർ അവരാണ് സ്വഹാബത്ത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അന്ത്യനാൾ വരെയുള്ള ജനങ്ങളുടെ പ്രാമാണികാവലംബങ്ങളിൽ ഒന്നാമത്തെ ഖുർആൻ അതെവിടെ വെച്ചു എന്ന് ചോദിച്ചാൽ സ്വഹാബാക്കളെ ഏൽപ്പിച്ചിട്ടാണ് നബിതങ്ങൾ പോയത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അഖ്വാലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅഫ്ആലുഹു വതഖ്രീറാത്തുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ, പ്രവൃത്തികൾ, സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സമ്മതങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതങ്ങളുടെയും വചനങ്ങളുടെയും പ്രവൃത്തികളുടെയും സമീക്ഷയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതെവിടെയാണുള്ളത്? മഹാന്മാരായ സ്വഹാബാക്കളിൽ ലയിച്ചു കിടക്കുകയാണ്. സ്വഹാബാക്കളിൽ ലയിച്ചു കിടക്കുകയാണ്, വേറിട്ട് നിൽക്കുകയല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമേനി അല്ലെങ്കിൽ അവിടുത്തെ പൂമേനി എവിടെയാണ് കിടത്തേണ്ടത് എന്ന് ആലോചനകളുടെ അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെടുകയാണ്. ഔസാനി ഖലീലി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ എനിക്ക് അറിവ് നൽകിയിട്ടുണ്ട്, എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്പിയാക്കൾ ലോകത്തോട് വിട പറഞ്ഞാൽ അവരെ എവിടെയാണ് കിടത്തേണ്ടതെന്ന് അഭിപ്രായാന്തരങ്ങൾ ആവശ്യമില്ല. എവിടെ കിടന്നാണോ ലോകത്തോട് വിട പറഞ്ഞത് അവിടെയാണ് അവരുടെ വിശ്രമസ്ഥാനമെന്ന് നമ്മുടെ എല്ലാവരുടെയും നേതാവ്, ലോകത്തിന്റെ മുഴുവനും നേതാവ്, ഈ സദസ്സിന്റെയും ലോകത്തുള്ള മുഴുവൻ മഹനീയ സദസ്സുകളുടെയും വിലാസം റഹ്മത്തുൽ ലിൽ ആലമീൻ റൂഹി ഫിദാ ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. ഞാനിവിടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു വിവരസ്ഥനല്ല. എത്രയോ വലിയ ആലിമീങ്ങളുടെ സംഗമമാണിത്. പക്ഷേ ഈ നഗരിയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന സ്വലാത്തിന്റെ വീഥികൾ മദീനയുടെ നായകർ പുണ്യപ്രവാചകരുടെ തിരുസവിധത്തിലേക്ക് ചെന്ന് ഉമ്മരത്തെ മർമ്മരമുയർത്തുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു പ്രതിധ്വാനമാണ് നമ്മുടെ സ്വീകരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് മദീനയിലേക്കുള്ള സ്വലാത്ത് ഉയരണം. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. കരുണയുടെ അരുണ വർഷം കൊണ്ട് പ്രാപഞ്ചികതയെ കൈയൊതുക്കിയിട്ട് ലോകത്തിന് മുഴുവനും അനുതാപത്തിന്റെ സഹതാപത്തിന്റെ ഹൃദയ താളങ്ങളെ അടയാളപ്പെടുത്തി കൊടുത്ത എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ വിലാസമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. തങ്ങളുടെ തിരുമേനി എവിടെയാണ് കിടത്തേണ്ടത്, പൂമേനി എവിടെയാണ് വിശ്രമിക്കേണ്ടത്,
ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട സഹചാരി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്റെ ഹബീബിൽ നിന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, മുത്തുനബി തങ്ങൾ കിടന്ന് വഫാത്തായ അതേ സ്ഥലത്തു തന്നെയാണ് വിശ്രമസ്ഥാനം ഒരുക്കേണ്ടത്. അത് കൂടുതൽ സ്വഹാബത്തിന്റെ കയ്യിൽ വിവരമുള്ള കാര്യമല്ല. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞത് സിദ്ദീഖ് തങ്ങളുടെ ഓർമ്മപദത്തിലുണ്ട്. ഹബീബായ നബിതങ്ങൾ എങ്ങനെയാണ് നിസ്കരിച്ചത് എന്ന സ്വഹാബത്തിന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അപ്രകാരമാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. ഖുദൂ അന്നീ മനാസികകും, ഹജ്ജിന്റെ കർമ്മങ്ങളെ, ഉംറയുടെ കർമ്മങ്ങളെ എങ്ങനെയാണ് ഞാൻ നിർവഹിച്ചത് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ ചില സ്വഹാബികൾ വന്ന് നബിതങ്ങളുടെ സവിധത്തിൽ ചിലത് ചെയ്യും. ഹബീബ് അവിടുന്ന് സമ്മതം നൽകും. ഈ സമ്മതങ്ങളുടെയും വചനങ്ങളുടെയും കർമ്മങ്ങളുടെയും സമാഹാരങ്ങൾ എവിടെയാണ്? മഹാന്മാരായ സ്വഹാബത്തിൽ ലയിച്ചു കിടക്കുകയാണ്. ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണമായ ഖുർആൻ എവിടെയാണ്? സ്വഹാബികളുടെ ഹൃദയങ്ങളിലാണ്. രണ്ടാം പ്രമാണമാകുന്ന സുന്നത്ത് എവിടെയാണ്? അതും സ്വഹാബികളുടെ ഹൃദയങ്ങളിലാണ്. അപ്പോൾ അന്ത്യനാൾ വരെയുള്ള ഇസ്ലാമിനെ മുത്തുനബിതങ്ങൾ എവിടെയാണ് നൽകിയിട്ട് പോയതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി മാതൃകായോഗ്യരായ ഒരു ജനതയിൽ അടയാളപ്പെടുത്തുകയാണ്, ഒരു പ്രാക്ടിക്കൽ സൊസൈറ്റിയിൽ വെക്കുകയാണ്, ഒരു മോഡൽ കമ്മ്യൂണിറ്റിയിൽ വെക്കുകയാണ്, ഒരു മോഡൽ സൊസൈറ്റിയിൽ വെക്കുകയാണ്. അതിന് ഖുർആൻ നൽകുന്ന അംഗീകാരമാണ്. കദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന الرسول അലൈക്കും ഷഹീദാ. അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്കുള്ള മാതൃക ആരാണ്? ഹബീബായ നബിതങ്ങളുടെ സ്വഹാബാക്കളാണ്. അവര് പ്രമാണത്തിന് പറ്റുന്നവരാണ്, അവര് നിദാനത്തിന് യോഗ്യരാണ്, അവര് തെളിവുകളുടെ സാക്ഷ്യങ്ങളാണ്. അതിനുള്ള തെളിവെന്താണ്? സമ്മതമാരുടേതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. സബ്സെ അലാ ഔലാ ഹമാരാ നബി അപ്നെ മൗലാ കാ പ്യാരാ ഹമാരാ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അംഗീകാരം കിട്ടിയ സ്വഹാബാക്കളിൽ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനിത് നീട്ടി പറയുന്നില്ല. സ്വഹാബാക്കൾക്ക് ജീവിക്കാനുള്ള മാർഗമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിയുന്നു. ഹബീബായ നബിതങ്ങൾ വഫാത്തായതോടെ ഇനി സ്വഹാബികൾ ഉണ്ടാവില്ല. ഇനി വരുന്ന ആളുകളുടെ പേര് താബിഉകൾ അഥവാ തുടർച്ചക്കാരെന്നാണ്. അവർക്ക് ഇസ്ലാമിനെ അറിയാനുള്ള മാർഗമെന്താണ്? സ്വഹാബികൾ ചെയ്തതുപോലെ ചെയ്യുകയാണ്, അവരെ തുടരുകയാണ്, അവരെ ആസ്വദിക്കുകയാണ്, അവരെ അനുധാവനം ചെയ്യുകയാണ്. അതുകൊണ്ട് അവരുടെ പേരു തന്നെ താബിഉകൾ എന്നാണ്. സ്വഹാബാക്കൾ വഫാത്താകുന്നതോടെ ഇനി താബിഉകൾ ഉണ്ടാവില്ല. അവസാനം വഫാത്തായ സ്വഹാബികളിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ സ്വഹാബാക്കൾ ലോകത്തോട് വിട പറയുന്നതോടെ ഇനി താബിഉകളില്ല. ഇനിയുള്ള ജനതയുടെ പേരെന്താണ്? താബിഉകൾ, തുടർന്നവരെ തുടരുന്നവർ. ഇങ്ങനെ ഒരു യുഗസന്ധിയിലേക്ക് വരുമ്പോഴാണ് സ്വഹാബത്തിന് നോക്കാമായിരുന്നു എങ്ങനെയാണ് മുത്തുനബിതങ്ങൾ ചെയ്യുന്നതെന്ന്. താബിഉകൾക്ക് ചോദിക്കാമായിരുന്നു തങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്ന്. അടുത്ത ജനതയ്ക്ക് അറിയാമായിരുന്നു തങ്ങൾ ചെയ്തതായി കണ്ടതെങ്ങനെയെന്ന്. എന്നാൽ യുഗം അകലും തോറും
പ്രമാണങ്ങളുടെ മാറ്റു കുറയുകയാണ്, കണ്ടവരുടെ ദൂരം കൂടുകയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വലിയൊരു കരുണ ചെയ്യുന്നത്. സ്വഹാബാക്കളുടെ യുഗം തീരുന്നതോടെ അടുത്ത ഒരു അറിവിന്റെ പ്രോജ്വലനം നടക്കാനുള്ള കാലമാണ്, ഒരു യുഗത്തിന്റെ പുനർപ്രഖ്യാപനമാണ്. അതാണ് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം പിറവിയെടുത്ത ബഹുമാനപ്പെട്ട ഇമാമുൽ മുസ്ലിമീൻ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വരുന്നത്. തൊട്ടുടനെ പിറവിയെടുക്കുന്ന മഹാൻ അബൂ ഹനീഫ ഇമാം തങ്ങൾ ആരാണ്? 22 സ്വഹാബികളെ കണ്ടിട്ടുണ്ടെന്ന് ചില ചരിത്രകാരന്മാർ, 14 സ്വഹാബികളെ കണ്ടിട്ടുണ്ടെന്ന് ഇമാം ബൈഹഖി തുടങ്ങിയുള്ള മഹാന്മാരൊക്കെ പറഞ്ഞ 14 22 സ്വഹാബികളെ കണ്ടുമുട്ടിയ മഹാനരായ സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പിറവിയെടുക്കുകയാണ്, ഈ യുഗപ്രവേശനം നടത്തുകയാണ്. തൊട്ടുടനെ ജന്മമെടുത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ ശിഷ്യനായ നാഫിഅ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അറിവ് സമാഹരിച്ച മഹാനായ ഇമാമുൽ മദീന, ഇമാമു ദാരുൽ ഹിജ്റ വ ഇമാമുസ് സുന്ന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം തങ്ങളുടെ ശിഷ്യനായി അടുത്ത നൂറ്റാണ്ടിന്റെ ആമുഖത്തിൽ ഉദയം ചെയ്യുകയാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, അറിവുകൊണ്ട് ആഗോളം കീഴടക്കിയ മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു, അവിടുത്തെ ശിഷ്യനായ ഇമാമു അഹ്ലി സുന്ന അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു. ഈ 4 മഹാന്മാരായ ഇമാമുകളിലൂടെ പുതിയൊരു യുഗത്തിന്റെ പ്രവേശമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളിൽ വെച്ചിട്ട് പോയ ഇസ്ലാമിനെ ഇനിയുള്ള ജനങ്ങൾക്ക് അനുധാവനം ചെയ്യാനുള്ള പ്രാക്ടിക്കൽ പ്രസന്റേഷൻ എന്ന ദൗത്യമാണ് 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് ചെയ്യാനുള്ളത്. ഉദാഹരണമായി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എത്രയോ ഹദീസുകളിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്, നരേഷൻ നടത്തിയിട്ടുണ്ട്. ഹദീസ് എങ്ങനെയാണ് നിസ്കാരത്തെ പരിചയപ്പെടുത്തുന്നത്? അത് നരേഷനാണ്, പിക്ചറൈസേഷനാണ്, ഹിക്കായത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം പറയുകയാണ്, അതിൽ നിയ്യത്ത് നിർബന്ധമാണ്, തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമാണ്, കൈകെട്ടൽ സുന്നത്താണ്, റുകൂഅ് നിർബന്ധമാണ്, അതിൽ ചൊല്ലൽ സുന്നത്താണ് എന്ന പ്രത്യേകിച്ചുള്ള വേർതിരിവ് ഹദീസിൽ പ്രകടമായി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം അങ്ങനെ അവതരിപ്പിക്കുകയാണ്. ഇതിൽ ജനങ്ങൾക്ക് സ്വീകരിക്കേണ്ട രീതിയിലേക്ക് അവതരിപ്പിച്ചില്ലെങ്കിൽ അടുത്ത ജനതയ്ക്ക് നിസ്കരിക്കാനാവില്ല. അതുകൊണ്ടാണ് പ്രായോഗികമായ അവതരണത്തിന്റെ ദൗത്യം അല്ലാഹു തആല മഹാന്മാരിലേക്ക് നൽകുകയാണ്. അന്ന് ഒരുപാട് മഹാന്മാര് വേറെയും ഉണ്ട്. സുഫിയാൻ ഇബ്നു ഉയൈനയുണ്ട് റളിയല്ലാഹു അൻഹു, സുഫിയാൻ സൗരിയുണ്ട് റളിയല്ലാഹു അൻഹു. അവരെല്ലാം 4 മദ്ഹബിന്റെ ഇമാമുകളെ പോലെ പ്രമുഖരാണ്. പക്ഷേ അവർ സിസ്റ്റമാറ്റിക് സ്കൂൾ സംവിധാനിച്ചിട്ടില്ല എന്ന കാരണത്താൽ അവരുടെ മദ്ഹബ് നമുക്ക് ലഭ്യമല്ല. ലോകം മുഴുവനും അംഗീകരിച്ച 4 മദ്ഹബിന്റെ ഇമാമുകൾ അവരുടെ അറിവ് കൊണ്ട്, ആത്മീയത കൊണ്ട്, വിവേകം കൊണ്ട്, സൂക്ഷ്മത കൊണ്ട്, ബുദ്ധി കൊണ്ട്, അറിവ് ലഭിക്കാനുള്ള സോഴ്സുകൾ കൊണ്ട് എല്ലാ നിലയിലും അറിയപ്പെട്ട മഹാന്മാരാണ്. അയിമ്മത്തുൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുമാർ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ കാലം വരികയാണ്. അവർക്ക് ചരിത്രപരമായ ഒരു ദൗത്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന്, ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് പ്രായോഗികമായ ഇസ്ലാമിന്റെ അവതരണമാണ്. നിസ്കാരത്തിന്റെ ഫർദുകൾ 14, ഇതെല്ലാം ഹദീസിലുള്ളതാണ്. അക്കമിട്ട് എഴുതിയത് അയിമ്മത്താണ്.
നിസ്കാരത്തിന്റെ ശറുത്തുകൾ ഹദീസിലുള്ളതാണ്. അക്കമിട്ടെഴുതിയത് ഇമാമുകളാണ്. ഇതുപോലെ എല്ലാ കർമ്മങ്ങളുടെയും ഒരു പ്രാക്ടിക്കൽ പ്രസന്റേഷൻ മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകൾ നടത്തുന്നു. ആ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ കാലം മുതൽ ഇങ്ങോട്ട് 1000 കൊല്ലത്തെ മുസ്ലിങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അറിയപ്പെട്ട ഒരു ആലിമും 4 മദ്ഹബിലൂടെയല്ലാതെ വന്നിട്ടില്ല. അറിയപ്പെട്ട പരിഗണനീയനായ ഒരു ആലിമും ഇസ്ലാമിക ലോകത്ത് 4 മദ്ഹബിനെ അംഗീകരിക്കാതെ വന്നിട്ടില്ല. 4 മദ്ഹബിനെ അനുധാവനം ചെയ്യാതെ വന്നിട്ടില്ല. തൊട്ടടുത്ത യുഗം മുതൽ അത് ആരംഭിക്കുകയാണ്. തൊട്ടടുത്ത യുഗം ആരുടേതാണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആരാണ്? ശാഫിഈ മദ്ഹബിലെ 2ാം തബഖയിലെ മുഖല്ലിദാണ്, അല്ലെങ്കിൽ പണ്ഡിതനാണ്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തബഖാത്തിൽ എഴുതിയതല്ലേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? ശാഫിഈ മദ്ഹബിലെ 2ാം തബഖയിലെ പണ്ഡിതന്മാരിൽ പ്രമുഖരാണ്. അഥവാ ജാമിഉ സ്വഹീഹ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ലോകം മുഴുവനും ഐക്യകണ്ഠേന അംഗീകരിച്ച സ്വഹീഹുൽ ബുഖാരിയുടെ സമാഹർത്താവ് മഹാനവറുകളോ ശാഫിഈ മദ്ഹബ് അംഗീകരിച്ച നേതാവാണ്. അവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് വന്നാൽ മുഹദ്ദിസുകളുടെ ഒരു ലോകമാണ്. ഇമാം ബുഖാരി തങ്ങളുടെ ശിഷ്യനല്ലേ ഇമാം മുസ്ലിമുൻ നൈസാബൂരി, അതുപോലെ തന്നെ ഇമാം തുർമുദി റഹിമഹുല്ലാഹ്. 6 ഹദീസിന്റെ പണ്ഡിതന്മാരും 4 മദ്ഹബിനെ അംഗീകരിക്കുകയാണ്. ഇങ്ങനെ ലോകത്ത് വലിയ ഒരു പരമ്പരയിലൂടെയാണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരിലേക്ക്, താജുൽ ഉലമയിലേക്ക്, നൂറുൽ ഉലമയിലേക്ക് റഹിമഹുമുല്ലാഹ് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ സുൽത്താനുൽ ഉലമയിലേക്ക്, കൻസുൽ ഉലമയിലേക്ക്, റയീസുൽ ഉലമയിലേക്ക് തവ്വലല്ലാഹു അഅമാറഹും മഹാന്മാരായ പണ്ഡിതന്മാരിലേക്ക് എത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് തുടങ്ങിവെച്ച പരമ്പരയുടെ തുടർച്ചയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. നമ്മുടെ ഈ സഞ്ചാരധാരയ്ക്ക് 1-2 പ്രത്യേകതകൾ എടുത്തു പറയാനുണ്ട്. അത് പറയാൻ മാത്രമാണ് ഞാൻ ഈ ഒരു ആമുഖം പറഞ്ഞത്, വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ആരെങ്കിലും മോഡിഫൈഡായി ഉണ്ടാക്കിയ ഇസ്ലാമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അയിമ്മത്തിൽ നിന്ന് കൃത്യമായി നമ്മളിലേക്ക് എത്തിച്ചേർന്ന ഇസ്ലാമാണ്. 1000 സംഘടനകൾ പല വഴിക്കും പ്രവർത്തിക്കുന്നുണ്ടാകാം. അവിടെ നിന്നെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഐഡന്റിറ്റി എന്താണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅ, മഹത്തായ പാരമ്പര്യ ഇസ്ലാമാണ്. സ്വഹാബത്തിന്റെയും നബിതങ്ങളുടെയും ഇസ്ലാമാണ്. ഈ ഇസ്ലാമിക് സൊസൈറ്റിക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണ്? ഞാൻ ഇന്ന് പറയാനിങ്ങനെ എണ്ണി നോക്കുമ്പോൾ ഒരു 10-40ഓളം പ്രത്യേകതകൾ എണ്ണി പറയാനുണ്ട്. അതെല്ലാം എണ്ണി പറഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനം എത്തിച്ചേരുന്നത് ഇലാ ബാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മരത്ത് ചെന്നു നിൽക്കുകയാണ്. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ നോട്ടം ലഭിക്കുന്നവരിൽ പ്രസ്ഥാനത്തിൽ നമ്മളെയും നമ്മുടെ പ്രസ്ഥാനത്തെയും അല്ലാഹു ആക്കി തരട്ടെ. പ്രിയമുള്ളവരെ, എണ്ണി പരിശോധിച്ചു നോക്കിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്
തുടങ്ങി അങ്ങോട്ട് വരുന്ന ഈ കൃത്യമായ പരമ്പര നമ്മുടെ ഈ ജമാഅത്തിന്, നമ്മുടെ ഈ സംഘത്തിന് വലിയ ഒരുപാട് ഖാസിയത്തുകൾ, പ്രത്യേകതകൾ കാണാം. അതിൽ ഒന്നാമത്തത് എന്താണ്? അത് ആദർശപരമായ തീവ്രതയാണ്. അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റുമില്ല. നമുക്ക് എല്ലാത്തിനും അഡ്ജസ്റ്റ്മെന്റ് ആകാം, പക്ഷേ ആദർശത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റുമില്ല. ആദർശത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും നമ്മൾ തയ്യാറല്ല. വേറെ ഏതിനും നമ്മൾക്ക് സഹകരിക്കാം, സംഘടിക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മുടെ അഖീദയാണ്. അതിൽ ആരോടും എവിടെ വെച്ചും ഒരു വെള്ളം ചേർക്കലും അനുവദിക്കാൻ പറ്റില്ല. കാരണം അമ്പിയാക്കന്മാര് മുഴുവനും ശരീഅത്തുകൾ വിഭിന്നമായിരുന്നു, പക്ഷേ അഖീദ ഒന്നായിരുന്നു. ആലിമീങ്ങൾ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ അനുബന്ധ വിഷയങ്ങളിൽ അടയാളപ്പെടുത്തിയിരുന്നു. അഖീദയിൽ അവരെല്ലാം ഒരേ ധാരയിൽ തന്നെയാണ്. ആ അഖീദയിൽ, വിശ്വാസ പ്രമാണത്തിൽ യാതൊരു വിധേനയുള്ള അഡ്ജസ്റ്റ്മെന്റിനും നമ്മൾ തയ്യാറല്ല എന്ന കാരണത്താൽ നമ്മൾക്ക് നമ്മുടേതായ ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നത് അടിസ്ഥാനപരമായി അഖീദയുടെ പേരിൽ മാത്രമാണ്. ബാക്കിയെല്ലാം മറ്റുള്ള വിഷയങ്ങൾ അനുബന്ധങ്ങളാണ്. അടിസ്ഥാനപരമായി അഖീദയിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന അനുഭവിക്കുന്നത്. കാരണം എന്തേ? നബിതങ്ങൾ വിളിക്കുന്നത് മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അടിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് ഉടമയെ ആരാധിക്കുന്നിടത്തേക്ക് വരണം. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ അടിസ്ഥാനം. ബാക്കിയെല്ലാം അനുബന്ധങ്ങളാണ്. ഇവിടെയാണ് മുശ്രിക്കുകൾക്ക് വിയോജിപ്പ്, അവിടെയാണ് അവരുടെ ആക്രമണങ്ങൾ, അവിടെയാണ് അവരുടെ പ്രതിഷേധങ്ങൾ എല്ലാം വരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖീദയിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല. കാരണം അവിടുന്ന് വന്നതു തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാനാണ്. ഇങ്ങോട്ട് വന്ന എല്ലാവരുടെയും പരമ്പരകൾ അങ്ങനെയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അടിസ്ഥാനപരമായി ആദർശത്തിൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകാത്ത കാരണത്താൽ ഒരുപാട് വിമർശങ്ങൾ അമ്പിയാക്കന്മാര് നേരിടേണ്ടി വന്നു. ഒരുപാട് എതിർപ്പുകൾ സ്വഹാബത്ത് നേരിടേണ്ടി വന്നു. ഒരുപാട് ആക്രമണങ്ങൾ അനുയായികൾ നേരിടേണ്ടി വന്നു. ഒരുപാട് പ്രതിരോധങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ചരിത്രപരമായ ഒരു വിരോധാഭാസമെന്നോ വേദനയെന്നോ ഒക്കെ പറയാം. കഴിഞ്ഞുപോയ മുസ്ലിം ഉമ്മത്തുകളിൽ മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം അഖീദയിൽ സത്യപ്രസ്ഥാനത്തിന്റെ ആളുകൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് ഇസ്ലാമിന്റെ പേരിലുള്ളവരിൽ നിന്ന് തന്നെയാണ്. ഇസ്ലാമിന്റെ പേരിലുള്ളവർ തന്നെയാണ് മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ വന്നത്. ഇസ്ലാമിന്റെ പേരിലുള്ളവർ തന്നെയാണ് മഹാന്മാരായ ഇമാമുകൾക്കെതിരെ വന്നത്. അവര് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിനെതിരെ, മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ വന്നത്. അതിൽ ആരൊക്കെയുണ്ടെന്നറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരികളായ സ്വഹാബാക്കളെപ്പോലും ഇസ്ലാമിന്റെ പേരിലുള്ളവർ ക്രൂശിച്ചിട്ടുണ്ട്. അതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടാനുയായികളിൽ ഒരാളായിരുന്ന സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആരാണ്? ഹബീബായ നബി തങ്ങൾക്ക് പ്രിയമുള്ള സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ,
ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹാ ഇരട്ടപ്പട്ടക്കാരി അഥവാ ദാത്തുന്നിത്താഖീൻ എന്ന് പറയപ്പെട്ട മഹദി, ആ മഹദിയുടെ പൊന്നോമന മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. ആ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പരിശുദ്ധമായ മക്കൽ മുക്കറമയിലെ ഹജൂൻ എന്ന പ്രവിശ്യയിൽ തൂക്കുമരത്തിൽ നിൽക്കുകയാണ്. തൂക്കുമരത്തിൽ നിൽക്കുകയാണ്, മരത്തിൽ നാട്ടിയിരിക്കുകയാണ്. ആ നിൽക്കുന്നതാരാണ്? സവ്വാമുൻ നഹാരി വഅബ്ബാദുൽ ലൈൽ എന്ന് വിശേഷിക്കപ്പെടാവുന്നവരിൽ മഹാനായ പകലന്തിയോളം വ്രതാനുഷ്ഠാനം നടത്തുന്ന, പൊള്ളുന്ന പകലുകൾ പരിഗണിക്കാതെ ദാഹം സഹിച്ച് നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന മഹാൻ, രാവ് വെളുക്കുവോളം മുസല്ലയിൽ നിൽക്കുന്ന മഹാൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച അഖീദയിൽ നിന്ന് മാറാൻ ഞാനില്ല. കുടുംബക്കാരടക്കം മാറി നിൽക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ ഇളകിയില്ല. അവസാനം മഹാനരായ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ എന്ന ഉമ്മയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, ഉമ്മ, നാളെയും ക്രൂരമായ കയ്യേറ്റങ്ങൾ വരാൻ പോവുകയാണ്. അവരെന്നെ കൊന്നുകളയുമല്ലോ ഉമ്മ. അപ്പ അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ്, എന്തിനാണ് മോനെ അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാകുന്നതിന് ഭയക്കുന്നത്? അപ്പോൾ മകന്റെ മറുപടിയാണ്, ഉമ്മ, അവരെന്നെ കൊന്നുകളയുന്നതിൽ എനിക്കാകുലതയില്ല. എന്റെ ജീവൻ അവരില്ലായ്മ ചെയ്യുന്നതിൽ എനിക്ക് വ്യാകുലതയില്ല. അത് കഴിഞ്ഞിട്ടവരെന്നെ കെട്ടിത്തൂക്കി നാട്ടിക്കളയുമല്ലോ ഉമ്മ. അപ്പോഴാണ് ധീരയായ മാതാവിന്റെ ഇളകാത്ത ഇടനെഞ്ചിൽ നിന്ന് ഇടറാത്ത ഈമാനിന്റെ പ്രോജ്വലമായ പ്രകടമായ പ്രഖ്യാപനമാണ്, മോനെ, അറുക്കപ്പെടുന്ന മൃഗം തൊലി ഉരിക്കപ്പെടുന്നതിന് എന്തിനാണ് വേദനിക്കുന്നത്? അതുകൊണ്ട് മോൻ പൊയ്ക്കോ, അള്ളാന്റെ മാർഗത്തിൽ മുന്നോട്ടിറങ്ങിക്കോ. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വേണ്ട. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമ്മയുടെ ഈ സമ്മതത്തിനു വേണ്ടിയാണ് ഞാൻ വന്നത്. ഉമ്മയുടെ ഈ സമ്മതത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. പിറ്റേന്നാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു നാട്ടുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചാരത്ത് നിന്നുകൊണ്ട് വേദനയോടെ പറയുകയാണ്, അല്ലയോ പൊന്നുമോനെ, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, ഒരു സംഘത്തിന് നിങ്ങളോട് അനിഷ്ടമാണെങ്കിൽ നേർവഴിയുടെ കക്ഷികൾക്ക് നിങ്ങളോട് ഇഷ്ടമാണ് മോനെ. ഇവർക്ക് നിങ്ങളുടെ രാവറിയില്ല, പകലറിയില്ല. രാത്രി മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിസ്കരിക്കുന്ന, പകല് മുഴുവനും പടച്ചവന്റെ പ്രീതിയിൽ നോമ്പനുഷ്ഠിച്ച് സേവനം ചെയ്യുന്ന നിങ്ങളെ ഇവർക്കറിയില്ല. ഒരു സംഘം നിങ്ങളോട് പ്രതികാരം ചെയ്തെങ്കിലും സത്യത്തിന്റെ കക്ഷികൾക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളുടെ ജനാസ ഇറക്കി വെച്ചിട്ട് മാതാവ് വന്ന് കുമ്പസരിച്ചെങ്കിൽ മാത്രമേ ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളുടെ ജനാസ എടുത്ത് ഖബറടക്കൂ എന്ന് പറയുമ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ ആരാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീക്ഷ്ണമായ പരീക്ഷണ ഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട പിതാവിന്റെ കൂടെ കഴിഞ്ഞുകൂടിയ മഹതിയായ അസ്മാ റളിയല്ലാഹു അൻഹ വയോവൃദ്ധയായിട്ടുണ്ട്. അപ്പോഴും ഈമാൻ അനങ്ങിയില്ല, ഇളയില്ല. ധീരമായി അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, ഒരു തെമ്മാടിയും ധിക്കാരിയുമായ ഭരണാധികാരിയുടെ മുമ്പിൽ പോയി ഓച്ചാനിക്കാൻ ഈ അസ്മാ ഇല്ല. എന്റെ മകനെ എനിക്ക് സ്വർഗത്തിൽ കണ്ടാൽ മതിയല്ലോ. ഇതാരാണ്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെതിരെ വേറെ ഏതെങ്കിലും മതത്തിന്റെ ആളുകളല്ല, വേറെ ഏതെങ്കിലും രീതിശാസ്ത്രത്തിന്റെ ആളുകളല്ല, ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ചുള്ള ആക്ഷേപം, സ്വഹാബത്തിനെ കുറിച്ചുള്ള ആരോപണം, അവരെ കയ്യേറ്റം നടത്തുകയാണ്, അവരെ ആക്രമിക്കുകയാണ്. കാരണം എന്താണ്? ഭരണകൂടത്തിന്റെ താൽപര്യത്തിനനുസരിച്ച് മതത്തെ മാറ്റിയില്ല എന്നതാണ്. ബൂർഷ്വാകളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് മതത്തെ മാറ്റിയില്ല എന്നതാണ്. തൽപര കക്ഷികൾക്ക് വേണ്ടി ആദർശത്തെ മാറ്റിയില്ല എന്ന കാരണത്താലല്ലേ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ക്രൂശിക്കുകയാണ്. ഇത് ചരിത്രത്തിന്റെ ഒരു തുടക്കമാണ്. ഇനി തുടർച്ചയിങ്ങ് വായിച്ചു വന്നാൽ ഇമാമീങ്ങളുടെ കാലം, താബിഈകളുടെ കാലം, അതുപോലെ മുഹദ്ദിസുകളുടെ കാലം, ഓരോന്നും ഓരോ ഉദാഹരണം പറഞ്ഞാൽ തന്നെ എവിടെയും എത്തിക്കാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ള ജനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, സത്യപ്രസ്ഥാനത്തെ മുറുകെ പിടിക്കുമ്പോൾ എക്കാലത്തും ഇതുപോലെയുള്ള പ്രാതികൂല്യങ്ങളുണ്ടാകും, പ്രതിഷേധങ്ങളുണ്ടാകും. അത് ഈ ഹഖായ അഖീദയുടെ സ്വഭാവമാണ്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും മുൻഗാമികളെ ഓർത്തുകൊണ്ടുള്ള ധാർഢ്യത വേണം. ഉമ്മമാര് മനസ്സിലാക്കണം, അസ്മാ റളിയല്ലാഹു അൻഹ പോയ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ, ആയിഷ റളിയല്ലാഹു അൻഹ നേതൃത്വം നൽകുന്ന സ്വർഗത്തിലേക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹ അണിഞ്ഞൊരുങ്ങുന്ന പറുദീസയിലേക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ആദർശത്തെ മുറുകെ പിടിക്കാൻ കുറെ വേദനകൾ സഹിക്കേണ്ടി വരും. ഈമാനിനെ നിയന്ത്രിക്കാൻ, ഈമാനിനെ സംരക്ഷിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അത് ഇന്നത്തെ കാര്യമല്ല, എന്നത്തെയും ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രമാണ്. പ്രിയമുള്ളവരെ ഒന്ന് മനസ്സിലാക്കി നോക്കണം, ഈ സമുദായത്തിന് സാമുദായികമായി സേവനം ചെയ്തതാരാണ്? അത് ആലിമീങ്ങളാണ്. നമ്മൾ വിചാരിക്കും അബ്ബാസിയ ഭരണകൂടം, അമവിയ ഭരണകൂടം, ഫാത്തിമിയ ഭരണകൂടം, അങ്ങനെ ഒരുപാട് ഇസ്ലാമിക് ഡൈനാസ്റ്റികളും ഖാലിഫുകളും കഴിഞ്ഞുപോയി. അവരാണ് ലോകത്തിന് മുഴുവനും ഇസ്ലാമിക വിലാസങ്ങളെ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാം. മുഗളന്മാർ ഏറെക്കാലം ഭരിച്ച ഇന്ത്യ മഹാരാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നൈസാമുമാരുടെ ഭരണം നടന്ന നാടുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇവിടെയെല്ലാം ഇസ്ലാമിക നാമങ്ങളോ ഇസ്ലാമിക നാമത്തിലുള്ള ചില സ്മൃതികളോ ഉണ്ടാകാം. എന്നാൽ എക്കാലത്തും ജനങ്ങളുടെ ഈമാനിനും അമലിനും ആവശ്യമായതുണ്ടാക്കിയത് അതാതുകാലത്തെ ആലിമീങ്ങളാണ്. അതാതുകാലത്തെ ആലിമീങ്ങളാണ്. അറിയുമോ സഹോദരന്മാരെ, മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്ത് ഭരണം നടത്തിയത് മുസ്ലിം ഭരണകൂടങ്ങളാണ്. എന്നാൽ ഈമാനിനെ സംരക്ഷിച്ച് പിൻഗാമികൾക്ക് നൽകിയത്, ഇൽമിനെ പരിപാലിച്ച് പിൻഗാമികൾക്ക് നൽകിയത്, ഇസ്ലാമിന്റെ ചൈതന്യത്തെ പരിഗണിച്ച് പിൻഗാമികൾക്ക് നൽകിയത് അന്നത്തെ മുസ്ലിം ഭരണകൂടങ്ങളല്ല,
പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന മഹാന്മാരായ ഇമാമുകളാണ്. മഹാന്മാരായ ഇമാമുകളാണ്. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കുറിച്ച് പറയുകയാണ്, അത് പൊതുജനങ്ങളുടെ ഇമാമാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? പള്ളിയുടെ ഉള്ളിൽ മാത്രം കൂടിയതല്ല, മഹാനവറുകളെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവർക്കാവശ്യമായ ഇർഷാദ് നൽകുകയാണ്, അവർക്കാവശ്യമായ സേവനം ചെയ്യുകയാണ്, അവരെ ശരിയായ അഖീദയിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പൊതുജനങ്ങളുടെ ഇമാമെന്ന് ഞാൻ വിളിക്കാനുള്ള കാരണം. പിന്നീട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? ഒരു നന്മയുടെ ഉടമയായ ഒരു മഹാനായ വ്യക്തി എവിടെയുണ്ടെന്നറിഞ്ഞാലും ആ വ്യക്തിയെ സമീപിക്കുക, ആ വ്യക്തിയോടൊപ്പം സമയം ചെലവഴിക്കുക, ആ വ്യക്തിയോടൊപ്പം അതാ കഴിഞ്ഞുകൂടുകയും അനുഗ്രഹമെടുക്കുകയും ചെയ്യൽ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിന്റെ വിശേഷണമാണ്. എനിക്കത് വേണ്ടതുപോലെ പാലിക്കാൻ കഴിയാത്തതുമാണ് എന്ന് ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മഹത്വം പറയുകയാണ്. അപ്പോൾ നമ്മുടെ മഹാന്മാരായ ഇമാമുകൾ ചെയ്ത പണി എന്താണ്? അവരുടെ ജീവിതം മുഴുവനും താപസമായ ഇൽമിന്റെ സമാഹാരത്തിന് വേണ്ടി കഴിച്ചുകൂട്ടുകയാണ്. ആ അധ്വാനത്തിന്റെ രാപ്പകലുകളാണ്. അത് അവർ അടങ്ങിയിരിക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ആളുകളെല്ലാം തെറ്റ് ചെയ്തുകൊണ്ട് ഫസാദിൽ നടക്കുമ്പോൾ ആലിമീങ്ങൾ ചെയ്യേണ്ട പണി അവരെ പള്ളിയുടെ ഉള്ളിൽ കൂടുകയല്ല, അവരെ ഫർള് ഐനായ കാര്യങ്ങളും ഫർള് കിഫായിയായ കാര്യങ്ങളും ശ്രദ്ധിച്ച് പിന്നീടുള്ള സമയം വഅളി ഇർശാദുകൾ ജനങ്ങളെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ അവർ ഇറങ്ങിത്തിരിക്കേണ്ടതാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മഹാന്മാരായ ഇമാമുകൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ഇറങ്ങി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സ്വഹാബത്തിന്റെ കാലം കഴിയുമ്പോഴേക്ക് അയിമ്മത്തിന്റെ കാലത്തിന്റെ ഉദ്ഘാടനം നടത്തിയ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു ആരാണ്? ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനാണ്. ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. ഇമാമുൽ മുസ്ലിമീൻ അബൂ ഹനീഫ കആയാത്തിൽ സബൂരി അലസ് സഹീഫ, ഏടുകളേക്കാൾ കിതാബിനുള്ള മഹത്വം പോലെ ബഹുമാനമുള്ള അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ശരിയായ അഖീദയുടെ ആളായി എന്ന കാരണത്താൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളെ തല്ലിപ്പഴിപ്പിക്കുകയാണ്. അവസാനം അവിടുന്ന് ജയിലറയുടെ ഉള്ളിലിട്ട് കൊല്ലുകയാണ്, വിഷം കൊടുത്ത് കൊല്ലുകയാണ്. അബൂ ഹനീഫ ഇമാം തങ്ങൾ വഫാത്താകുന്നത് ജയിലറയുടെ ഉള്ളിലാണ്. ജയിലറയുടെ ഉള്ളിലല്ലേ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായത്? അതുകൊണ്ട് മഹാനവറുകളെ എതിർത്തതാരാണ്? ക്രൈസ്തവ ഗവൺമെന്റ് അല്ല, വേറെ ഏതെങ്കിലും മതവിഭാഗങ്ങളല്ല. ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകൾ അവരുടെ താൽപര്യങ്ങൾക്ക് അനുകൂലിച്ചില്ല എന്ന കാരണത്താൽ അബൂ ഹനീഫ ഇമാം തങ്ങളെ ആക്രമിക്കുകയാണ്, മഹാനവറുകളെ ചാട്ടവാറുകൊണ്ട് തല്ലുകയാണ്. ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ എല്ലാം സമർപ്പിച്ച് എനിക്ക് ഏറ്റവും വലുത് ഹഖായ ദീനാണ്, അതിൽ നിന്ന് ഇളകൂല എന്ന നിലക്ക് നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആരാണ്? ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപ്പാടുകൾ ഒപ്പിയെടുത്ത് മദീനയിൽ ജീവിക്കുകയാണ്. മദീനയിൽ വലിയ അദബോടെ ജീവിക്കുകയാണ്. 3 മദ്ഹബിന്റെ ഇമാമുകളിൽ ലോകം ചുറ്റിയപ്പോഴും
എല്ലാ അലിമീങ്ങളും മദീനയിൽ വരുന്ന കാരണത്താൽ മദീനയിൽ നിന്ന് വിട്ടുപോകേണ്ടതില്ല. മദീനയിൽ നിന്ന് മക്കയിലേക്കല്ലാതെ ദേശാടനം നല്ലതല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച മാലിക് ഇമാം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരുന്ന് ദർസ് നടത്തുകയാണ്. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അരുതായ്മ ഒരാൾക്ക് പറയാനില്ല. പക്ഷേ ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകളുടെ താൽപര്യത്തിന് വഴങ്ങിയില്ല എന്ന കാരണത്താൽ മാലിക് ഇമാം തങ്ങളെ ചാട്ടവാറുകൊണ്ട് തല്ലുകയാണ്. ജയിലറയുടെ ഉള്ളിലിട്ട് തല്ലിപ്പഴിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രവർത്തകര് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകാൻ പറ്റാവുന്ന വിലപ്പെട്ട സംഭാവനകൾ അവരെ ഏൽപ്പിക്കുക. നമ്മുടെ സഫ്വാംഗങ്ങളാണ് വരുന്നത്. ഭീമമായ സംഖ്യ നമുക്ക് ചെലവുണ്ടെന്നറിയാമല്ലോ. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ ജയിലറയിലിട്ട് തല്ലുകയാണ്. അവസാനം ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ ജയിലറയിലിട്ട് തല്ലുമ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങളെ ജയിൽ മോചിതനായി പുറത്തേക്ക് വരുമ്പോൾ ഇത് അനസിന്റെ മകൻ മാലിക്കാണോ എന്ന് വരെ അത്ഭുതത്തോടെ ചോദിക്കാവുന്ന വിധത്തിൽ മാലിക് ഇമാം തങ്ങളെ പരിക്ഷീണിതനായി. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പരിക്ഷീണിതനായിരിക്കുകയാണ്. ഇത് അനസിന്റെ മകൻ മാലിക്കാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഖലീഫ വന്നുകൊണ്ട് പറയുന്നു, ഓ മാലികേ, നിങ്ങളെ ആക്രമിച്ച മദീനയുടെ ഗവർണറില്ലേ, അയാളോട് നിങ്ങൾക്ക് പ്രതികാരമെടുക്കാൻ അവസരം തരികയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്, എനിക്ക് പ്രതികാരമെടുക്കാൻ നിയമപരമായി അവകാശമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായി ഒരു ബന്ധമുണ്ട്. അദ്ദേഹത്തിന് നബി തങ്ങളുടെ കുടുംബവുമായി ഒരു ബന്ധമുണ്ട്. മദീനയുടെ ഗവർണർക്ക് ഇനി നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കുടുംബത്തിൽപ്പെട്ടയാൾ നിങ്ങളോട് അതിക്രമം ചെയ്തപ്പോൾ എന്റെ പേരക്കുട്ടിയോട് അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരനോട് പ്രതികാരം ചെയ്തില്ലേ മാലിക്കേ എന്ന് ചോദിച്ചു പോയാൽ അതെനിക്ക് സഹിക്കാൻ വയ്യാത്ത കാരണത്താൽ പ്രതികാരമെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മദീനയിൽ നേതൃത്വം നൽകിയ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു യാതനയുടെയും വേദനയുടെയും നോവിന്റെയും നൊമ്പരത്തിന്റെയും ദിനരാത്രങ്ങളെ കഴിച്ചുകൂട്ടിയത് ശരിയായ അഖീദയിൽ ഉറച്ചു നിന്ന കാരണത്താലാണ്. ഈമാനിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല എന്ന ഒരൊറ്റ കാരണത്താലാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പ്രയാസം അനുഭവിക്കുന്നു, മദീനയിൽ കഴിഞ്ഞുകൂടുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാ ഇമാമികളുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇതുപോലെയുള്ള വേദനയുടെ അധ്യായങ്ങളാണ് കാണുന്നത്. മഹാന്മാരായ അയിമ്മത്തിന്റെ മുഴുവനും ചരിത്രത്തിൽ കാണുന്നത് അവരെല്ലാം അല്ലാഹുവിന്റെ സത്യദീനിനെ മുറുകെ പിടിച്ച കാരണത്താൽ ഏറ്റവും കൂടുതൽ പ്രയാസമനുഭവിച്ചത് ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകളിൽ നിന്നാണ്, ഇസ്ലാമിക നാമധാരികളായ ആളുകളിൽ നിന്നാണ്. അവരെല്ലാം വിമർശിക്കപ്പെടാനുള്ള കാരണം മുജദ്ദിദുൽ അൽഫിസ്ഥാനി സയ്യിദുസ് സർഹിന്ദി റളിയല്ലാഹു അൻഹു ഏറെ പീഡനം
അനുഭവിച്ചത് ദീനേ ഇലാഹി അംഗീകരിക്കാത്തതിന്റെ പേരിലാണ്. ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങുകയാണ്. സയ്യിദു സർഹിന്ദി മുജദ്ദിദുൽ അൽഫിസ്ഥാനി അൽ ഫാറൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കിയാൽ വലിയ ഇൽമിന്റെ ഉടമയാണ്. അവിടുന്ന് എഴുതിയ കത്തുകൾ ലോകപ്രസിദ്ധമായ കത്തുകളാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കത്തുകൾ, ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ കത്തുകൾ, കഴിഞ്ഞാൽ ലോകത്ത് അറിയപ്പെട്ട ദഅവാ രംഗത്തെ കത്തുകൾ ബഹുമാനപ്പെട്ട സയ്യിദു സർഹിന്ദി റളിയല്ലാഹു അൻഹുവിന്റെ കത്തുകളാണ്. പ്രിയമുള്ളവരെ, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതുപോലെ ഓരോ ഇമാമുകളും അവരവരുടെ കാലഘട്ടങ്ങളിൽ ശരിയായ അഖീദയെ മുറുകെ പിടിച്ചു എന്ന കാരണത്താൽ യാതനയും വേദനയും അനുഭവിക്കുകയാണ്. ശത്രുക്കളിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അതൊന്നും അവരുടെ ആദർശ പ്രവർത്തനത്തിന് തടസ്സമായില്ല. ബഹുമാനപ്പെട്ട ഇമാമുന ശഫീഈ റളിയല്ലാഹു അൻഹു കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് നീതിയുടെയും ന്യായത്തിന്റെയും സത്യത്തിന്റെയും പക്ഷത്തു നിന്നു എന്ന കാരണത്താലാണ്. അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രം പറഞ്ഞാൽ ഏറെ നീണ്ടതാണ്. ഖതീബുൽ ബഗ്ദാദി താരീഖ് ബഗ്ദാദിൽ എഴുതുകയാണ്. അതുപോലെ ഏറെ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലറയുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് അഥവാ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാനവറുകളെയാണ് നിസ്കാരമൊന്ന് പൂർത്തീകരിക്കാൻ പോലും അവസരം നൽകാതെ ചങ്ങലയിട്ട് ബന്ധിച്ചുകൊണ്ടുപോയി. അവസാനം അതാ മൃതപ്രായരായി മരണത്തോട് അടുത്ത സമയമായപ്പോഴാണ് ഒന്നിനും അനങ്ങാൻ പറ്റാത്ത വളരെ പരിക്ഷീണിതമായ അവസ്ഥയിൽ തിരിച്ചുവിടുകയാണ് അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹുവിന് മഹാനവറുകൾ വരുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും ഉസ്താദുമാരും ഒക്കെ നമ്മുടെ സദസ്സുകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും ഈ സെഷന്റെ സമാപന ഉപദേശം നൽകാൻ ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് അവറുകളും ഉണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞുപോയ ഓരോ ഇമാമുകളുടെയും ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു ജയിലിൽ അടക്കപ്പെടുകയാണ്. ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു ജയിലിൽ അടക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൃഷ്ടിയല്ല, കലാമാണ് എന്ന് പറഞ്ഞ കാരണത്താൽ ഇമാമുൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു ജയിലിൽ അടക്കപ്പെടുന്നു. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം പറഞ്ഞാൽ ഫുഖഹാക്കളുടെ നേതാവായ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ നിന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്തിനു നൽകിയ അറിവിന്റെ കവാടങ്ങളെ പിൻഗാമികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഇമാമുൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു ജയിലറയുടെ ഉള്ളിൽ കിടക്കുകയാണ്. ജുമഅയ്ക്ക് പോകാൻ മഹാനവറുകൾക്ക് കഴിയുന്നില്ല. ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകളാണ് ബുവൈത്തി ഇമാം തങ്ങളെ ജയിലിലടച്ചത്. വെള്ളിയാഴ്ച ജുമഅയുടെ സമയമാകുമ്പോൾ അതാ ഒരുങ്ങി റെഡിയായി ജയിലിന്റെ വാതിൽ വരെ വന്നുകൊണ്ട് പറയുന്നു, അല്ലാഹ് നിന്റെ പരിശുദ്ധമായ സയ്യിദുൽ അയ്യാം വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, ഞാൻ റെഡിയായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ജുമഅയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന വേദനയോടെ ജയിലറയിൽ കിടന്നുകൊണ്ട് നൊമ്പരം ഇറക്കി വെക്കുകയാണ്. ഈ മഹാന്മാരെല്ലാം
ഏറെയേറെ പീഡനങ്ങൾ അനുഭവിച്ചത്. അറിയുമോ സഹോദരന്മാരെ, എത്ര ഇമാമുകൾക്കാണ് ആരോപണങ്ങൾ വന്നത്, എത്ര ഇമാമുകൾക്കാണ് ആക്ഷേപം വന്നത്. അവരോട് യാതൊരു പുലബന്ധവും ഇല്ലാത്ത ആക്ഷേപങ്ങളുടെയും ആരോപണങ്ങളുടെയും മൂലാമാലകൾ നാടുകടത്തപ്പെട്ട മഹാന്മാർ അൽ-യവാഖീത്ത് വൽ ജവാഹിറിൽ എണ്ണി പറഞ്ഞതുപോലെ മഹാന്മാരായ ഇമാമുകൾ മുഴുവനും അല്ലാഹുവിന്റെ ത്യാഗം അനുഭവിക്കുകയാണ്. കാരണം അവര് ചെയ്ത തെറ്റെന്താണ്? ശരിയായ അഖീദയിൽ നിന്ന് മാറാൻ തയ്യാറല്ല. ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പരമ്പരയിലൂടെയാണ് നമ്മുടെ കയ്യിലേക്ക് ഇസ്ലാം എത്തിച്ചേർന്നിട്ടുള്ളത്. അവരുടെ പിൻഗാമികളാണ് നമ്മുടെ മഹാന്മാരായ അലിമീങ്ങൾ, സാദാത്തുക്കൾ. അതുകൊണ്ട് സാധാരണക്കാരായ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അലിമീങ്ങളെ ആദരിച്ച് അവർ കാണിച്ചു തരുന്ന വഴിയിൽ നിന്ന് അവര് നമ്മെ വിളിക്കുന്നത് സ്വർഗത്തിന്റെ വഴിയിലേക്കാണ്. അവര് നമ്മെ വിളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിലേക്കാണ്. അവര് നമുക്ക് നേതൃത്വം നൽകുന്നത് ഭൗതികമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയല്ല.